ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാൻ ശ്രമിക്കരുത്, പണി കിട്ടും. ഇപ്പോ വഖഫ് ബോർഡ് എന്ന ഒരു ബോർഡുണ്ട്. കോൺഗ്രസ് ഇവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങളും നൽകി എന്ന് കരുതി പാർലമെന്റ് മന്ദിരവും സുപ്രീം കോടതിയും സെക്രട്ടേറിയറ്റും ഇതൊക്കെയാണോ ലക്ഷ്യം വെക്കുന്നത്? അപ്പോ അതുകൊണ്ട് മുമ്പൊരു ഉസ്താദ് പറഞ്ഞിട്ട് വന്നു, ഈ ഇന്ത്യ മുഴുവനും വഖഫിന്റേതാണ് എന്ന്. വഖഫ് എന്നാണ് സുഹൃത്തുക്കളെ ഉണ്ടായത്? ഡോക്ടർ അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ വഖഫില്ല. പല ആധാരങ്ങളും പുനഃപരിശോധന നടത്തിയ കോടതി തന്നെ ഞെട്ടുന്നു. അതിന്റെ അടിയാധാരങ്ങളിൽ ഒന്നും വഖഫ് എന്ന് നാമം പോലും ഇല്ലാതിരിക്കെ ഇവര് ക്ലെയിം ചെയ്യുവാണ് ഇത് ഞങ്ങളുടേതാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് ഈ വഖഫ് കൊള്ള? അവസാനിക്കാൻ പോകുന്നില്ല. അതിന്റെ ഒരു നേർചിത്രം ഒന്ന് കേൾക്കുക. ഹലോ, നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇത് നമ്മുടെ ഞാൻ ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഇസ്ലാമിക തീവ്രവാദത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ നോക്കിയതാണ്. അതായത് വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റ് ആയത്. വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റില് ഇതിങ്ങനെ വരും. മുമ്പ് ഈ വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റ് നോക്കുമ്പോ നമുക്ക് ഇനം തിരിച്ച് എല്ലാ കാര്യങ്ങളും കിട്ടിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും മുഴുനീള പരിശോധനയിലായി. ആ സൈറ്റ് തന്നെ കാണാനില്ല. മടിയിൽ കനമുള്ളവൻ വഴിയിൽ ഭയക്കണം. ബോർഡിന്റെ വെബ്സൈറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാ വരുന്നത് കേട്ടോ. വാംസി എന്ന ഉള്ള ഒരു ചുരുക്കപ്പേരിലാണ് വഖഫ് ബോർഡ്. ഇങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ കേട്ടോ, വാംസി എന്ന ഉള്ള ഒരു ചുരുക്കപ്പേരിലാണ് വഖഫ് ബോർഡ്. ഇങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തിട്ട് ഇതിന്റെ ഓരോ സെക്ഷനിൽ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ നാട് വരെ വരാൻ പറ്റും. എവിടെ വേണേലും അങ്ങനെ തപ്പിപ്പിടിക്കാൻ പറ്റും. ഇന്ത്യയിൽ എവിടെ. ഇവര് വളരെ നല്ല രീതിക്കാണ്, ഇവര് നന്നായിട്ടാണ് ഇവരെല്ലാം വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അന്തം വിട്ടു. നമുക്കറിയാം കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു. നോക്ക്, ഇത് അല്ല, ഇപ്പൊ ഇത് കിട്ടത്തില്ല. ഈ വഖഫ് ബോർഡിന്റെ സൈറ്റ് ഇപ്പൊ ഇല്ല, അവരത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിലാണ്. ഒരു സ്ഥലത്തിന് ഇത് നോക്ക്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്ക്. ഇത് എന്റെ നാട്ടിലെ എന്റെ പഞ്ചായത്തിലെ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽ ആയി കിടക്കുന്നത്. ഇത് കണ്ടോ? ഇത് നോക്ക്, ഉടുമ്പന്നൂര്. ഇത് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഇതിന്റെ അകത്ത് ഇതിങ്ങനെ അത് ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്താൽ ആ സ്ഥലത്തിന്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. അതായത് ഇവരിരുന്ന് നല്ല കോടികൾ മുടക്കി ഇവർ ആസൂത്രണം. നമ്മൾ ഓർക്കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം പൊട്ടന്മാരാണെന്നാണോ? നോക്ക്, ഒരെണ്ണത്തിൽ അടിക്കുമ്പോ ആ സ്ഥലത്തിന്റെ ഫുൾ ഡീറ്റെയിൽ വരുക. അതിന്റെ സർവേ നമ്പർ പോലെ സകലതും. നമ്മൾ ഇനി ഒട്ടും സേഫ് അല്ല. ഇന്ത്യയില് ഞാൻ പറയാം, BJP സർക്കാരും അത്ര സ്മാർട്ടായിട്ടൊന്നും അല്ല പ്രവർത്തിച്ചത്. ഞാനിതാണ് കുറച്ച് നാളായിട്ട് ഞാൻ പറയുന്നുണ്ട്, നരേന്ദ്രമോദി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത്രയും അങ്ങ് സ്മാർട്ടല്ല. കുറെ പൈസ ഉണ്ടാക്കിയിട്ടും കുറെ സാമ്പത്തികമായിട്ട് ബിസിനസ് നടത്തിയ പോലെ നമ്മൾ നമ്മുടെ സേഫ്റ്റി കൂടെ നോക്കണ്ടേ. ഇത് ശരിക്കും ഒരു ചെറിയൊരു ഗാന്ധിയൻ സ്റ്റൈലിൽ മൂടിപ്പോയതിന്റെ ദൂഷ്യവശമാണ്. അല്ലെങ്കിൽ ഇത് വാജ്പേയി സർക്കാർ തന്നെ, നമ്മൾ അത്ര സ്മാർട്ടായിട്ടുള്ള ആളുകളായിരുന്നു BJP എങ്കിൽ. വാജ്പേയി സർക്കാർ വന്നപ്പോ തന്നെ 1996 തന്നെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതായിരുന്നു. അതും വേണ്ട. 2013 കുറെ കൂടെ കാര്യങ്ങൾ ചെയ്തല്ലേ വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് കോൺഗ്രസ്. അത് കഴിഞ്ഞ് 2014 വന്നപ്പോ മുതൽ ഇത് നോക്കേണ്ടതല്ലായിരുന്നു. ഇതൊന്നും ഇപ്പോഴല്ലേ കണ്ടുപിടിക്കുന്നത്. നോക്ക്, നിങ്ങൾ നിങ്ങളുടെ നാട്ടില് വരെ അടിച്ച് പോകാൻ പറ്റും. ഇതുകൊണ്ടോ ഇത് ഇടുക്കി ജില്ലയുടെ ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോ ഇടുക്കി ജില്ലയുടെ ഇങ്ങനെ ആളുകൾ കാര്യങ്ങൾ കണ്ടുപിടിച്ചു, മനസ്സിലാക്കി. അവര് ഓരോരുത്തരുടെയും രേഖകളടക്കം ഇവരുടെ വെബ്സൈറ്റിലുണ്ട്. 2013 മൻമോഹൻ സിംഗ് ഇവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങൾ നൽകി വഖഫ് ബോർഡിന്റെ നിയമം ഭേദഗതി ചെയ്തു കൊടുക്കുന്നത്. 2014 അധികാരത്തിൽ കയറിയ നരേന്ദ്രമോദി അയൽപക്ക ബന്ധങ്ങളൊക്കെ ദൃഢമാക്കി. രാജ്യത്തെ സമ്പന്നമാക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിലായിരുന്നു. ആദ്യം ചവിട്ട് നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണ് സംരക്ഷിക്കേണ്ടത് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ കടമയായിരുന്നില്ലേ? ഇപ്പോഴാണ് അലയൻസ് വന്നത്. അതിനു മുമ്പ് സ്വച്ഛാധികാരമായിരുന്നു. എന്തേ ഈ വഖഫ് ബോർഡിന്റെ ഈ കരിനിയമങ്ങളെയൊക്കെ കണ്ടു മനസ്സിലാക്കി ഇത് രാജ്യത്തെ തകർക്കുന്ന നിയമമാണ് എന്നും ബോധ്യപ്പെട്ട് എന്തുകൊണ്ട് ഈ നിയമത്തിന് എടുത്തു മാറ്റാൻ പറ്റിയില്ല? ശരിക്കും പറഞ്ഞാൽ വഖഫിന്റെ ഭേദഗതി അല്ല നമുക്ക് ആവശ്യം, വഖഫ് ബോർഡ് റദ്ദ് ചെയ്യലാണ് നമുക്ക് അനിവാര്യം. കാരണം രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിനു മേലെ അവർക്കൊരു ശരിയാ നിയമം. നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്, അതിക്കും മേലെ അവർക്ക് വേണ്ടിയിട്ടൊരു ഒരു മത നിയമം.
ഈ ജനാധിപത്യ രാജ്യത്ത് ഈ ജനാധിപത്യ വിശ്വാസികൾ ആരും അറിയാതെ ഒരു മതാധിപത്യ സർക്കാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ലോകത്തൊരു രാജ്യത്തും ഒരു ഭരണാധികാരിയും അംഗീകരിച്ചു കൊടുക്കാത്ത വസ്തുതയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇതിനെ വളർത്താൻ, ഇവരെ ഒന്ന് തഴച്ചു വളർത്താനും ഇവർക്ക് ഇനിയും അധികാരങ്ങൾ നൽകാനും ഇടതനും വലതനും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസിന്റെ ലിസ്റ്റാണ് ഇത് മൊത്തം. ഇത് കണ്ടോ നിങ്ങൾ? ഇതിലിപ്പോ ഈ കുഞ്ഞൊരു ഇത് കാണുന്നത് അതിലടിച്ചാൽ അതിന്റെ മൊത്തം ഡീറ്റെയിൽ കിട്ടും. അതായത് ഇവർ എന്തോരം നന്നായിട്ടാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നോക്ക്. അപ്പൊ ഞാൻ പറയണത്, ഇവിടെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചു. തന്നെയുമല്ല, ഈ പറയുന്ന RSSകാർ വന്ന് നരേന്ദ്രമോദി വന്ന ആളെ കൊല്ലും, ഇവിടെ നരാധവനാണ്, അതാണ് ഇതാണ് നമ്മൾ 2014, 15, 16 എന്തെല്ലാം ഇത് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളായ അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും ഈ പറയുന്ന പത്രപ്രവർത്തകർക്കും ഒക്കെ ഇതിന്റെ അകത്ത് റോളുണ്ട്. ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക്. കാരണം അവര് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അവര് വെറുതെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് ഈ പറയുന്ന ഹിന്ദുക്കളെ യാതൊരു ശല്യമില്ലാതെ നടന്ന RSSകാർ എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. വെറുതെ ഈ പത്രത്തില് ഈ മാധ്യമങ്ങളൊക്കെയാണ് നമ്മളെ നശിപ്പിക്കുന്നത്. മാധ്യമങ്ങൾ MLA-മാർ, ഇപ്പൊ നമ്മൾ 140 MLA-മാരുണ്ട് കേരളത്തിൽ. ഈ പണ്ട് മദനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് 140 പേരും കൂടെ ഒന്നിച്ചു നിന്ന പോലെ, അതുപോലെ തന്നെയാണ് ഈ വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് അവർ ഒന്നിച്ചു നിന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ജനാധിപത്യ സംവിധാനം തന്നെ ഒരു പാളിച്ചയുണ്ട്. ജനാധിപത്യ സംവിധാനം ഇസ്ലാമിന്റെ കീഴിൽ വന്ന ജനാധിപത്യ സംവിധാനം അവർ എടുത്തു കളയും. ജനാധിപത്യ സംവിധാനത്തിന്റെ ലീനിയൻസി, അതിന്റെ നല്ല വശങ്ങള്, ദയാപൂർവമായിട്ടുള്ള അവരുടെ ഡെമോക്രസിയുടെ ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ശക്തരായി കഴിഞ്ഞാൽ അവർ ഡെമോക്രസി എടുത്തു കളയും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇതെല്ലാം നമ്മുടെ ഏത് ജില്ലയില് വേണമെങ്കിലും, അല്ല ഇന്ത്യയിലെ വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടീസിന്റെ മുഴുവൻ ഡീറ്റെയിൽ ഈ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പം ഇതിന്റെ അത് നമ്മുടെ ആളുകൾ നമ്മുടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യാന്ന് എനിക്കറിയാം. നമ്മുടെ BJPയുടെ ആൾക്കാർ ചെയ്യേണ്ടത്, ഇത് ആദ്യം ഓരോ പഞ്ചായത്തിലുള്ള പ്രവർത്തകര് ഈ വഖഫ് പ്രോപ്പർട്ടി ഏതാണെന്ന് പോയി അതിന്റെ ആൻസർ തരാൻ പറയണം. വഖഫിന്റെ പ്രോപ്പർട്ടിയുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ രേഖകൾ മേടിച്ചെടുക്കണം. വഖഫ് അങ്ങനല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ശത്രു എവിടെയാണെന്ന് അറിഞ്ഞിട്ടല്ലേ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെന്താണ്, എവിടെയാണ് നമ്മുടെ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യണ്ടേ? അത് ഇന്നലെ കുമ്മനം രാജശേഖരൻജിയുടെ ഒരു പ്രസംഗത്തിലുണ്ടായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞു. ഞാനത് മനസ്സിലിങ്ങനെ ഓർത്തിരുന്നിട്ട് ഇതാണല്ലോ ആദ്യം ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ ഇത് എവിടെയൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം എന്ന് അതിങ്ങനെ ഞാൻ മനസ്സിൽ ഓർത്ത. ഞാൻ സത്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ കയറി കഴിഞ്ഞപ്പം ഞാൻ ഈ ഓഡിയോ മറ്റേ കുമ്മനം രാജശേഖരന്റെ പ്രസംഗം കേട്ടു. അപ്പൊ അദ്ദേഹം അത് തന്നെ പറയുന്നു. അദ്ദേഹവും ഇത് വഖഫിന്റെ പ്രോപ്പർട്ടികൾ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഓരോ പഞ്ചായത്തിൽ നിന്നും കണ്ടുപിടിക്കണം. അത് നമ്മുടെ ആളുകൾ ആദ്യം RSSകാർ ചെയ്യേണ്ടത്. RSSകാർ ഇതിനിറങ്ങിയാലേ നടക്കത്തുള്ളൂ. കാരണം ക്രിസ്ത്യാനികളെ കൂടെ കൂട്ടുപിടിക്കണം. ഈ നമ്മുടെ കെവിൻ പീറ്ററിന്റെ ഒരു കാസ എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. ആ സംഘടന എന്തായാലും ക്രിസ്ത്യൻസും ഹിന്ദുസും ഒന്നിച്ചിട്ട് ഇത് ഓരോ പഞ്ചായത്തുകളിലും ഈ വഖഫിന്റെ ഭൂമിയുടെ അതിരുകൾ കൃത്യമായിട്ടും അതിന്റെ ഡീറ്റെയിൽ തരാൻ പറഞ്ഞ് കൃത്യമായിട്ട് ഡീറ്റെയിൽ എടുക്കണം കേട്ടോ. ഞാൻ വീഡിയോ അധികം നീണ്ടുപോകുന്നതിന് ഞാൻ നിർത്തിയേക്കാം. താങ്ക് യു. ഇവിടെ വഖഫ് ബോർഡ് ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് അറ്റാച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇവർ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്, ഇതിന്റെ എല്ലാം രേഖകൾ ഇവരുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജനങ്ങൾ ഇത് കണ്ടുപിടിച്ചു തുടങ്ങി. അപ്പോൾ ഏതൊക്കെയാണ് പിടിച്ചെടുക്കേണ്ടത്, ഏത് ഏരിയയിലാണ്, ഏത് സർവേ ആണ്, ഏത് റീസർവേ ആണ്, ഏത് താലൂക്കിലാണ്, എത്ര സെന്റുണ്ട്, അതിന്റെ മൂല്യമടക്കം വളരെ വ്യക്തമായി ഇവർ വഖഫ് ബോർഡിന്റെ സൈറ്റിലേക്ക് കയറ്റിയിട്ടിട്ടുണ്ട് ഇതെല്ലാം. പക്ഷേ ഇന്നിപ്പോൾ ഈ സൈറ്റ് കിട്ടുന്നില്ല. ഈ സൈറ്റ് അവർ ഹൈഡ് ചെയ്തു. കാരണം ഇവരുടെ ഈ കൊള്ളയടി ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് ഇനി ഇവർ പിടിക്കാൻ പോകുന്നത് എന്നറിഞ്ഞല്ലോ. നമ്മുടെ ശത്രു എത്ര പ്രബലനാണ്, എത്ര കഴിവും മികവുമുള്ളവനാണ്, അവന്റെ കയ്യിലുള്ള ആയുധത്തിന്റെ മൂർച്ച എത്രയാ, എത്ര സൈനികരുണ്ട്, അവരേത് യുദ്ധമുറയാണ് നമ്മളോട് സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമല്ലേ ശക്തമായ രൂപത്തിലൊരു പ്രതിരോധം തീർക്കാൻ നമുക്ക് സാധിക്കൂ. അതുകൊണ്ട് ആ ശത്രുവിൻ്റെ കഴിവും മികവും മനസ്സിലാക്കിയിട്ട് വേണം ഈ കേരളക്കര, ഈ സ്വതന്ത്ര ഭാരതം ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കാൻ. തന്നെയുമല്ല, ഇവിടെ വഖഫ് ബോർഡിൻ്റെ അറ്റത്തിനോ മൂലയ്ക്കോ ഒരു ചെറിയ പോറലെങ്കിലും ഏൽപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് BJP സർക്കാരിന് മാത്രമേ കഴിയൂ. അത് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും മാത്രമേ സാധിക്കൂ. കാരണം മറ്റ് രണ്ട് പാർട്ടികളും
അവര് സെക്യുലറിസ്റ്റുകളാണ് എന്ന് പേരിനു വേണ്ടി മാത്രമേ ഉള്ളൂ. മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ തന്നെ അവരിൽ സെക്യുലറിസം ഇല്ല. അവര് ഒരു മതാധിപത്യ രാജ്യത്തിനു വേണ്ടി നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ്. അപ്പോൾ അവരെ ജനങ്ങൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമവും ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കേണ്ടുന്ന നിലപാടും ഇത് തന്നെയാണ്. തന്നെയുമല്ല, പുറത്തുള്ള ശത്രുക്കളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ നമ്മുടെ രാജ്യം ഉണ്ടാകില്ല. രാജ്യം ഇവര് കൊണ്ടുപോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇവര് ആർജവത്തോടെ പറഞ്ഞത് 2047 ഈ സ്വതന്ത്ര ഭാരതം ഇസ്ലാമിക രാജ്യമാകുമെന്ന്. ഒന്നും കാണാതെ പറഞ്ഞവരല്ല. അതാണ് ആ മനുഷ്യൻ പറഞ്ഞത്. മുസ്ലിങ്ങൾ പൊട്ടന്മാരാണ് എന്ന് വിചാരിക്കരുത്. അല്ല, ഇപ്പോ മതേതര വിശ്വാസികൾ, ജനാധിപത്യം വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഒരുമിച്ച് നിന്ന് ഈ കിരാതമായ കൊള്ളയടിക്കെതിരെ, ഈ മതാധിപത്യ രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ മതമൗലികവാദികൾക്കെതിരെ പ്രതിരോധിക്കാൻ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന സമയമാണിത്. നന്ദി.